ഇന്ന് നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ കോളിഫ്ലവർ ഗോബി മഞ്ചൂരിയനൊക്കെ ആയിട്ട് ചെയ്യലുണ്ട്. ഇന്ന് സോസുകളൊന്നും ഇല്ലാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മസാല ഗോബി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 270 ഗ്രാം കോളിഫ്ലവറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുൻപ് ചെറുതായിട്ടൊന്ന് അങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. കൂടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറേ വേവിച്ചെടുക്കുകയൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉൾഭാഗമൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഒരുപാട് ഫ്രൈ ആവേണ്ട സമയം വേണ്ടി വരുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്നങ്ങ് തിളച്ച് വന്നോട്ടെ. അങ്ങനെ ഒരു 2 മിനിറ്റ് തിളച്ച് കഴിയുന്ന സമയത്ത് ഇത് വെള്ളത്തിൽ നിന്ന് ഒന്ന് ഊറ്റിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മസാലക്കൂട്ട് ഉണ്ടാക്കാം. അതിനായിട്ടൊരു 3.5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഒരു 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടി, പാകത്തിനുള്ള കുറച്ച് ഉപ്പ് നമ്മൾ ഈ ഒരു മാവിലേക്ക് മാത്രം മതി കേട്ടോ. അതായത് നമ്മൾ കോളിഫ്ലവർ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഒരു 1/2 കപ്പും പിന്നെ ഒരു ഇത്തിരി കൂടെയൊക്കെ വെള്ളം മതിയാകും. അതായത് നമ്മൾ ആ ഒരു കോളിഫ്ലവർ ഇതിൽ നന്നായിട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് പറ്റണം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ അതിൽ മാവ് പിടിക്കാത്തൊരു പ്രശ്നം വരും. അപ്പോൾ ഈ ഒരു രീതിയിലാക്കിയിട്ട് പാകത്തിനുള്ള ഓയിൽ ചൂടാക്കി എടുക്കുക. എന്നിട്ട് ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മൊത്തത്തിൽ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ തുടക്കത്തിൽ ഒന്ന് വേവിച്ചെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. ആ പുറം ഭാഗം ഒന്ന് വേവേണ്ട ഒരു ആവശ്യമുള്ളൂ. അങ്ങനെ 2 ഭാഗവും ഫ്രൈ ആകുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള കോളിഫ്ലവറും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ നിന്ന് തന്നെ 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 2-3 ചെറിയുള്ളി, ഇതെല്ലാം കൂടെ ചേർക്കുക. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഒന്നങ്ങ് ചതച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക. എന്നിട്ട് അത് ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ട കേട്ടോ, വളരെ കുറഞ്ഞ അളവിൽ തന്നെ മതിയാകും. ഇത്രയും കാര്യങ്ങൾ ആദ്യം വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിത് കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നതും ഈ മസാല ആക്കുന്നതൊക്കെ വെളിച്ചെണ്ണയിലാക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുക കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് മീഡിയം വലുപ്പത്തിൽ വരുന്ന 2 സവാള ഇതുപോലെ നീളത്തിൽ മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ സമയത്ത് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് മതി. നമ്മൾ ആദ്യം കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇടാനുണ്ട് കേട്ടോ, അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ആ കുരുമുളക് നമ്മൾ ഫസ്റ്റ് ചേർക്കുമ്പം ആ ചതച്ചിട്ട് ഇടയ്ക്ക് കടിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ആയാലും മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയും കൂടെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നോട്ടെ. തക്കാളി നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാ മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട്. എരിവ് നോക്കിയിട്ട് മുളക് പൊടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ഗ്രേവിക്കുള്ളത് കേട്ടോ, ഒരുപാട് വെള്ളം പോലെ അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, തിക്ക് ഗ്രേവി ആയിട്ടാണ്. അപ്പോൾ ഒരു ഇത്തിരി ആവശ്യത്തിനുള്ളത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും ഗോബി ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഗോബി മഞ്ചൂരിയനായിട്ട് അല്ലെങ്കിൽ ചില്ലിയൊക്കെ ആയിട്ടാണ് ചെയ്യലുള്ളത്, കുറച്ച് സോസുകളൊക്കെ കൂടുതൽ ചേർത്തിട്ട്. ഇതെന്ന് പറയുമ്പോൾ സോസൊന്നും പറ്റാത്ത ആളുകൾക്ക്, അല്ലാന്നുണ്ടെങ്കിൽ സോസൊന്നും വീട്ടിലില്ലാത്ത, സോസുകളൊന്നും ഇല്ലാത്ത ഇപ്പോഴത്തെ ഒരു സമയമുണ്ടല്ലോ, അതുപോലത്തെ സമയത്തൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം, അത്രയേ ഉള്ളൂ കേട്ടോ.
വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടുക. എന്നിട്ട് അതോടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഇനി പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ. കാരണം ഒരു കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ടിട്ട് കുറേ സമയം ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ സോഫ്റ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ ആവണ്ട. നമുക്ക് കുറച്ചൊരു ക്രിസ്പിയോട് കൂടിയിട്ട് എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ ഈ സമയത്ത് തന്നെ ആയിട്ട് സെർവ് ചെയ്യാം. അതായത് നമ്മൾ ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക, ചൂടോടുകൂടി തന്നെ പ്ലേറ്റിലേക്ക് ഇട്ട് കഴിക്കുന്ന രീതിയിൽ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചൂടോട് കൂടി തന്നെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്